റഷ്യയുമായി ചൈന ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അടച്ചിട്ട മുറികളിൽ ബീജിംഗിനെ വലിയൊരു ഭീഷണിയായും ശത്രുവുമായാണ് റഷ്യൻ സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. ചൈനയോടുള്ളത് കടുത്ത അവിശ്വാസമാണെന്ന് വ്യക്തമാക്കുന്ന റഷ്യൻ സർക്കാരിന്റെ അതീവ രഹസ്യരേഖകൾ പുറത്ത്. റഷ്യൻ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് ചോർന്ന ആഭ്യന്തര അന്വേഷണ രേഖകളാണ് പുടിൻ ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ നയതന്ത്ര തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. മോസ്കോയും ബീജിംഗും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ക്രെംലിൻ പുറത്തുവിടുന്ന ഔദ്യോഗിക പ്രതികരണങ്ങളും റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ വിലയിരുത്തലുകളും തമ്മിൽ വൻ വൈരുദ്ധ്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യയുടെ അതിർത്തി മേഖലകളിൽ ചൈന നടത്തുന്ന സൈനിക സാമ്പത്തിക ഇടപെടലുകളും ആഗോളതലത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ചൈനീസ് ശ്രമങ്ങളും റഷ്യൻ സുരക്ഷാ സേന വലിയ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിൽ ചൈനയുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുമ്പോഴും റഷ്യൻ മിലിറ്ററി ഇന്റലിജൻസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ചൈനയുടെ ദീർഘകാല ലക്ഷ്യങ്ങളെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ചോർന്ന വിവരങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിഷയത്തിൽ മോസ്കോയുടെയും ബീജിംഗിന്റെയും ഔദ്യോഗിക പ്രതികരണം എങ്ങനെയാകുമെന്നാണ് നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ഇവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധം അമേരിക്കയെയും പാശ്ചാത്യ ചേരിയെയും പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശക്തമായ തന്ത്രപരമായ പങ്കാളിത്തമായിരുന്നു. യുക്രൈൻ യുദ്ധാനന്തര ഉപരോധങ്ങളെ തുടർന്ന് റഷ്യ സാമ്പത്തിക ഊർജ്ജ കയറ്റുമതിയിലും ചൈനയെ കൂടുതലായി ആശ്രയിക്കുമ്പോൾ ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി റഷ്യ മാറുകയായിരുന്നു. ചുരുക്കത്തിൽ പരിധികളില്ലാത്ത പങ്കാളിത്തമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചൈനയും റഷ്യയും പ്രായോഗികമായ ഒരു സഖ്യം നിലനിർത്തുന്നുണ്ട്. പൊതുവായ തന്ത്രപരമായ താൽപര്യങ്ങളാൽ പ്രത്യേകിച്ച് US സ്വാധീനത്തിനെതിരെ എതിർപ്പാൽ നയിക്കപ്പെടുന്ന അവരുടെ പങ്കാളിത്തം പ്രയോജനകരമാണ്. ചൈന ഊർജ്ജവും ആഗോള ലിവറേജും ഉറപ്പാക്കുന്നുണ്ട്. അതേസമയം റഷ്യ സാമ്പത്തിക പിന്തുണ നേടുന്നു. ചരിത്രപരമായ ആദ്യകാല പ്രത്യയശാസ്ത്രപരമായ വിന്യാസം മുതൽ ശീത യുദ്ധ ശത്രുത വരെ റഷ്യ ചൈന ബന്ധങ്ങളിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രതീകാത്മകമായി അടുത്തെങ്കിലും ഗണ്യമായി ദുർബലമായ ഈ പങ്കാളിത്തം ആഗോള ശക്തി, ചലനാത്മകത, സന്തുലിതാവസ്ഥ നിലനിർത്തുന്നിടത്തോളം മാത്രമേ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ. നിലവിൽ ചൈനയും റഷ്യയും വളരെ അടുത്താണ്. 2001 ബീജിംഗ് മോസ്കോയും ഒപ്പുവെച്ച നല്ല അയൽപ്പക്ക സൗഹൃദ സഹകരണ ഉടമ്പടി 2021 സമയബന്ധിതമായി പുതുക്കി. ഉടമ്പടി ഒരു സഖ്യ സ്വഭാവമുള്ളതല്ലെന്നും മറിച്ച് ഉഭയകക്ഷി സംഘർഷങ്ങൾ പരിഹരിക്കുന്നതാണെന്നും കരാറിൽ പുറത്തുള്ള മൂന്നാം കക്ഷിയെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും ബീജിംഗ് നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. 2025 ചൈനയും റഷ്യയും ഒരു പുതിയ പ്രസ്താവന പുറപ്പെടുവിച്ചു. അത് അവരുടെ പരിധികളില്ലാത്ത നയതന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു രേഖ പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.